എക്സ് പ്ലസ് 0 ഈക്വൽ ടു എക്സ്. നമ്മുടെ റൂൾസ് ഒന്ന് ജസ്റ്റ് ഇവിടെ എഴുതണം. എക്സ് പ്ലസ് എക്സ് ഡോട്ട് 1 ഈസ് ഈക്വൽ ടു എക്സ്. ഇതൊരു റൂളായിരുന്നു. സെക്കൻഡ് റൂളായിരുന്നു എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു വൈ പ്ലസ് എക്സ്. അതേപോലെ എക്സ് ഡോട്ട് വൈ ഈസ് ഈക്വൽ ടു വൈ ഡോട്ട് എക്സ്. തേർഡ് റൂളായിരുന്നു അസോസിയേറ്റീവ് ലോ അല്ലേ, ഒക്കെ കാണാണ്ട് പിടിക്കണം. എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ്. y plus z is equal to x plus y plus z. ബ്രാക്കറ്റ് ഒരു പ്രശ്നമില്ല. അതിൽ തന്നെ വരികയാണെന്നുണ്ടെങ്കിൽ എക്സ് ഡോട്ട് വൈ ഡോട്ട് സെഡ് ഇസ് ഈക്വൽ ടു എക്സ് ഡോട്ട് വൈ ഡോട്ട് സെഡ്. അങ്ങനെയുണ്ട്. ദെൻ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ഫോർത്ത് വൺ. ഫോർത്ത് വണ്ണാണ്. ഇതാണ് നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. അതെങ്ങനെ വരുന്നത്? എക്സ് ഡോട്ട് വൈ പ്ലസ് സെഡ് ഈസ് ഈക്വൽ ടു എക്സ് ഡോട്ട് വൈ പ്ലസ് എക്സ് ഡോട്ട് സെഡ്. അതേപോലെ തന്നെ എക്സ് പ്ലസ് വൈ ഡോട്ട് സെഡ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ഡോട്ട് എക്സ് പ്ലസ് സെഡ്. അതേപോലെ ഫിഫ്ത്ത് റൂളാണ് എക്സ് പ്ലസ് എക്സ് ബാർ ഇസ് ഈക്വൽ ടു 1, എക്സ് ഡോട്ട് എക്സ് ബാർ ഇസ് ഈക്വൽ ടു 0. പിന്നെ അതേപോലെ കുറേ റൂൾസ് ഉണ്ട്. അതിൽ ഒരു ഐഡൻപോട്ടൻ്റ് ലോ ഉണ്ട്. കുറച്ച് ഇവിടെ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് വീണ്ടും ഇത് മനസ്സിൽ പതിയാൻ വേണ്ടിയിട്ടാണ് ഇത് വീണ്ടും ഞാൻ എടുക്കുന്നത്. എക്സ് പ്ലസ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ്. അതേപോലെ തന്നെ എക്സ് ഡോട്ട് എക്സ് ഈസ് ഈക്വൽ ടു എക്സ്. അതേപോലെ വേറൊരു ലോ വരുന്നതാണ്, സെവൻത്ത് ലോ ആയിട്ട് വരുന്നതാണ് എക്സ് പ്ലസ് 1 ഈസ് ഈക്വൽ ടു 1. അതേപോലെ എക്സ് ഡോട്ട് 0 ഈസ് ഈക്വൽ ടു 0. ഇതൊക്കെ ഇതിൻ്റെ ഡ്യൂവലാണ് കേട്ടോ. എക്സ് പ്ലസ് എക്സ് ഈസ് ഈക്വൽ ടു എക്സിൻ്റെ ഡ്യൂവലാണ് എക്സ് ഡോട്ട് എക്സ് ഈസ് ഈക്വൽ ടു എക്സ്. എക്സ് പ്ലസ് 1 ഈസ് ഈക്വൽ ടു 1ൻ്റെ ഡ്യൂവലാണ് എക്സ് ഡോട്ട് 0. അതായത് എന്താ ഡ്യുവൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, ഡ്യുവലിൻ്റെ മീനിങ് ഇത്രയാണ്. നമുക്ക് ചിലത് ഈ പ്ലസിന് പകരം ഡോട്ടും വണ്ണും, ഈ 1ഉം 0യും പരസ്പരം ഡ്യുവലാണ്. പ്ലസും ഡോട്ടും 0 ആണ്. പ്ലസും ഡോട്ടും പരസ്പരം ഡ്യുവലാണ്. അപ്പോൾ നമ്മൾ ഒന്നിൻ്റെ ഇത് പ്രൂവ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പ്ലസിന് പകരം ഡോട്ട് 1ന് പകരം 0 ആക്കി എഴുതി കിട്ടുന്ന ഈ ഇക്വേഷനും ഓൾറെഡി പ്രൂവ്ഡ് ആയിരിക്കും. അതാണ് അതിൻ്റെ മീനിങ്, ഡ്യുവൽ എന്നുള്ളതിൻ്റെ മീനിങ്. നമ്മളിപ്പോൾ ഡ്യുവലിലോ ഏതെങ്കിലും ഒന്ന് പ്രൂവ് ചെയ്താൽ മതി, ബാക്കിയുള്ളത് ഓട്ടോമാറ്റിക്കലി പ്രൂവ്ഡ് ആയിരിക്കും. ഓക്കെ. 8 ആയിട്ട് വരുന്നത് അബ്സോർപ്ഷൻ ലോ ആണ്. എക്സ് പ്ലസ് എക്സ് വൈ ഈസ് ഈക്വൽ ടു എക്സ്. അതേപോലെ പിന്നെ വേറൊരു ഇത് വരുന്നതാണ്, 9ാമത്തെ ലോ ആയിട്ട് വരുന്നതാണ്. ഇത് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അബ്സോർപ്ഷൻ ലോൻ്റെ തന്നെ വേറൊരു വേർഷനായിട്ട് വരുന്നുണ്ട്. എക്സ് ഡോട്ട് എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു എക്സ്. അതിൻ്റെ ഡ്യുവലായിട്ട് വരുന്നുണ്ട്. പിന്നെ ദെൻ 9ാമത്തെ ലോ ആണ് എക്സ് ബാർ ഓൾ ബാർ ഈസ് ഈക്വൽ ടു എക്സ്. 10ാമത്തെ എക്സ് ഡോട്ട് എക്സ് ബാർ പ്ലസ് വൈ ഈസ് ഈക്വൽ ടു എക്സ് ഡോട്ട് വൈ. 11ാമത്തെ ലോ ആയിട്ട് വരുന്നതാണ് എക്സ് പ്ലസ് വൈ ഓൾ ബാർ ഈസ് ഈക്വൽ ടു എക്സ് ബാർ ഡോട്ട് വൈ ബാർ. ഇത് ഡിമോർഗൻസ് ലോ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ലോ ആണ്. ഇതിൻ്റെ തന്നെ ഒരു ഡ്യുവലുണ്ട്, എക്സ് പ്ലസ്
എക്സ് ബാർ ഡോട്ട് വൈ ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ. ഇതിൻ്റെ തന്നെ ഒരു ഡ്യുവലാണ്. കണ്ടോ, ഡോട്ടിന് പകരം പ്ലസ് മാറ്റി എഴുതിയാൽ ഇത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്ന് പ്രൂവ് ചെയ്താൽ മതി. ഇത് ഓട്ടോമാറ്റിക്കലി പ്രൂവ്ഡ് ആയിരിക്കും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ ലോസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു തിയറം. അതായത് ഇത്രയേ ഉള്ളൂ ആ തിയറം. എക്സ് പ്ലസ് എക്സ് ഡോട്ട് വൈ ഈസ് ഈക്വൽ ടു എക്സ് എന്ന് പ്രൂവ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ലോസ് ഒക്കെ വെച്ചിട്ട് എങ്ങനെയാണ് അത് പ്രൂവ് ചെയ്യുന്നത്? ഇതിന് എൽ എച്ച് എസ് എന്നും നമ്മുടെ ആർ എച്ച് എസ് ആണ്. സോ നമ്മൾ എൽ എച്ച് എസ് എടുക്കുകയാണ്. എൽ എച്ച് എസ് എടുക്കുന്ന സമയത്ത് നമുക്ക് എക്സ് പ്ലസ് എക്സ് ഡോട്ട് വൈ എന്നാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കുക, ഈ എക്സിന് പകരം നമുക്ക് നമ്മുടെ ഈ ലോസിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. ഈ എക്സിന് പകരം നമുക്ക് ഇവിടെ കിടക്കുന്ന ഒരു റൂളുണ്ട്. ഏതാണ്? വണ്ണിന് നമുക്ക് എന്തെഴുതാം? ഇതാ ഇവിടെ ഏതായിരുന്നല്ലോ, എക്സ് പ്ലസ് 0. നമ്മൾക്ക് അതെ, എക്സ് ഈക്വൽ ടു എക്സ് ഡോട്ട് 1 ഈ ലോ നമുക്ക് അപ്ലൈ ചെയ്യാം. എക്സിന് പകരം നമുക്ക് എന്ത് എഴുതാൻ പറ്റും? എക്സ് ഡോട്ട് 1 എന്ന് അപ്ലൈ ചെയ്യാം. നമുക്കത് കാണുമ്പോൾ തന്നെ ജസ്റ്റ് അവിടെ മനസ്സിൽ വരണം അത് ഏത് ലോ ആണ് അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റിയത് എന്നുള്ളത്. എക്സിന് പകരം നമുക്ക് സാധാരണ നമ്മൾ ചെയ്യുമ്പോൾ നമുക്കിവിടെ എങ്ങനെ എഴുതാൻ പറ്റും? നമ്മൾ സാധാരണ ഇപ്പോൾ ചെയ്യാറില്ലേ, നമ്മൾ 6x പ്ലസ് 7x സ്ക്വയർ എന്നൊക്കെ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി എക്സ് പുറത്തേക്ക് എടുത്തിട്ട് 6x പ്ലസ് 7x എന്ന് എഴുതാറുണ്ടല്ലോ. അതേപോലെ തന്നെ ഇവിടെ കണ്ടോ, എക്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ എക്സ് പുറത്തേക്ക് എടുക്കുക എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഇവിടെ ഒരു ചെറിയൊരു കാര്യം കൂടെ അപ്ലൈ ചെയ്യണം. അതായത് ഇവിടെ ഒരു ഡോട്ട് 1 എന്ന് നമുക്കിവിടെ എഴുതാൻ കഴിയണം. അത് എക്സിന് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? എക്സ് ഡോട്ട് 1 എന്ന് എഴുതാൻ പറ്റും. ഏതൊരു ലോ വെച്ചിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. എക്സിനെ എക്സ് ഡോട്ട് 1 നമ്മൾ പഠിച്ചിട്ടുണ്ട്. എക്സ് ഡോട്ട് 1 ഈസ് ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന ഒരു ലോ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അക്കോർഡിംഗ് ടു ദിസ് ലോ വി റോട്ട് എക്സ് ഡോട്ട് 1 പ്ലസ് എക്സ് ഡോട്ട് വൈ. അതായത് എക്സിനെ എക്സ് ഡോട്ട് 1 എന്ന് എഴുതി. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ എക്സിനെ പുറത്തേക്ക് എടുക്കാൻ കഴിയും അല്ലേ? അപ്പോൾ അതായത് എക്സിനെ പുറത്തേക്ക് എടുത്തിട്ട് 1 പ്ലസ് വൈ എന്ന് പുറത്തേക്ക് എടുക്കാൻ പറ്റും. അത് ഏത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യണത്? നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ത്? എക്സ് ഇൻറ്റു വൈ പ്ലസ് സെഡ് ഈസ് ഈക്വൽ ടു ഡിസ്ട്രിബ്യൂട്ടീവ് ലോ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? എക്സ് ഡോട്ട് വൈ പ്ലസ് എക്സ് ഡോട്ട് സെഡ് ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിന് ഈ ഒരു ഡിസ്ട്രിബ്യൂട്ടീവ് ലോ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് നമ്മുടെ ബൂളിയൻ ആൾജിബ്ര. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നുള്ളത്? ഈ എക്സിനെ ഇവിടെ പുറത്തേക്ക് എടുത്തുള്ളത്. ഏതാണ് ലോ? അക്കോർഡിംഗ് ടു ഏത് ലോ ആണ് നമ്മളിത് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ സ്പെസിഫൈ ചെയ്യേണ്ടത്. ദെൻ ഇവിടെ നോക്കുക, 1 പ്ലസ് വൈ എന്ന് നമ്മൾ കണ്ടു. ഈ 1 പ്ലസ് വൈക്ക് നമ്മളിവിടെ ഇങ്ങനെ ലോസ് നോക്കുക. ഇവിടെ കണ്ടോ, ഈ 1നോട് കൂടെ എന്ത് ആഡ് ചെയ്താലും അത് 1 തന്നെയാണ്. കണ്ടോ, നമ്മൾ ഈ ലോ ആണ് അവിടെ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോണത്. അതായത് 1 പ്ലസ് വൈ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 1 പ്ലസ് എക്സ് ഈസ് ഈക്വൽ ടു എന്താണ്? 1 ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിത് എന്ത് എഴുതാൻ പറ്റും? എക്സ് ഡോട്ട് 1 എന്ന് എഴുതാൻ പറ്റും അല്ലേ? ഇവിടെ നമ്മൾ ഈ ലോ ആണ് നമ്മൾ അപ്ലൈ ചെയ്തത്. ദെൻ എക്സ് ഡോട്ട് 1 എന്താണ്? നമ്മൾ അഗെയിൻ ഈ ലോ അല്ലേ? എക്സ് ഡോട്ട് 1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഈക്വൽ ടു എക്സ് ആണ്. സോ നമുക്ക് എന്ത് കിട്ടും? എക്സ് എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു ആർ എച്ച് എസ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ എടുത്തത് തന്നെയാണ്. ഓക്കെ, അടുത്തൊരു തിയറാണ്. നമുക്ക് ഇതൊന്ന് പ്രൂവ് ചെയ്ത് നോക്കാം. എ പ്ലസ് എ ബാർ ബി ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി. ഇങ്ങനെ ഒരു ലോ. ഇത് എൽ എച്ച് എസ്, ഇത് ആർ എച്ച് എസ്. ഇതിന് നമുക്ക് എങ്ങനെയാണ് പ്രൂവ് ചെയ്യാൻ കഴിയുക? ഇത് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടുവോ ഈ ഒരു സാധനം? എ പ്ലസ് എ ബാർ ബി. അതായത് നമുക്ക് എ ബാർ എന്നുള്ളതിന് പകരം വേറെ എന്തെങ്കിലും നോക്കുക. അതായത് നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ട്, എക്സ് പ്ലസ് വൈ ഡോട്ട് സെഡ് ഈസ് ഈക്വൽ ടു, നിങ്ങൾ ഇവിടെ നോക്കിയാൽ കാണാം,
ഇതാ ഇവിടെ കണ്ടോ, ഇതാണ് പറയുന്നത് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. എക്സ് പ്ലസ് വൈ ഡോട്ട് സെഡ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ഡോട്ട് എക്സ് പ്ലസ് സെഡ്. ഇവിടെ ഈ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ, അക്കോർഡിംഗ് ടു ദാറ്റ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ നമുക്ക് എന്ത് എഴുതാൻ കഴിയും? എ പ്ലസ് എ ബാർ ബി. ഇത് എന്താണ് ആക്ച്വലി വരുന്നത്? എക്സ് പ്ലസ് വൈ ഡോട്ട് സെഡ്. അത് നമുക്ക് എങ്ങനെ എഴുതാൻ കഴിയും നോക്കൂ. ഇവിടെ നോക്കൂ, എക്സ് പ്ലസ് വൈ ഡോട്ട് എക്സ് പ്ലസ് സെഡ്. എങ്ങനെയാണ്? എക്സ് പ്ലസ് വൈ ഡോട്ട് എക്സ് പ്ലസ് സെഡ്. അതേപോലെ നമുക്ക് ഇതും എന്തെഴുതാം? ഇതാ നോക്കൂ, എക്സ് പ്ലസ് വൈ ഡോട്ട് എക്സ് പ്ലസ് സെഡ് അല്ലേ? ഇങ്ങനെ എഴുതുന്ന അതേപോലെ തന്നെ ഇവിടെ എയുടെ സ്ഥാനത്ത് എക്സും എ ബാറിന്റെ സ്ഥാനത്ത് വൈയും ബിയുടെ സ്ഥാനത്ത് എന്താണ്? സെഡും ആണ്. സെഡിന്റെ സ്ഥാനത്ത് ബിയും ആണ്. അത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും ഇത്? അതായത് ദാറ്റ് ഈസ് ഈക്വൽ ടു എ പ്ലസ് എ ബാർ ഡോട്ട് എ പ്ലസ് ബി അല്ലേ? ഇതെന്താണ്? ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. അക്കോർഡിംഗ് ടു ദിസ് ലോ ആണ് നമ്മൾ ഇത് എന്ത് ചെയ്തിരിക്കുന്നത്? ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. എക്സ് പ്ലസ് വൈ ഡോട്ട് സെഡ് ഈസ് ഈക്വൽ ടു എന്താണ്? എക്സ് പ്ലസ് വൈ ഡോട്ട് എക്സ് പ്ലസ് സെഡ്. ഇത് ഇങ്ങനെ നമ്മൾ ബ്രാക്കറ്റ് ഇല്ലെങ്കിൽ പോലും, ഇവിടെ ബ്രാക്കറ്റ് ഇല്ലെങ്കിൽ പോലും എന്താണ് നമ്മുടെ ഇതിൻ്റെ റൂള് നോക്കുക. നമ്മൾ എന്തിൻ്റെ റൂള്? നമ്മുടെ പ്രസിഡൻസ് റൂള്. ആ പ്രസിഡൻസ് റൂളിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഡോട്ടിനാണ് ഹയർ പ്രയോറിറ്റി. അപ്പോൾ ഇത് തന്നെയാണ് ആദ്യം ചെയ്യുക. അതായത് ബ്രാക്കറ്റ് ഉള്ളതിന് തുല്യമാണ്. ഓക്കെ, നിങ്ങൾ ബ്രാക്കറ്റ് ഇല്ല, അത് വേറെ ടേം ഉള്ളതെന്നൊക്കെ വിചാരിക്കേണ്ട. അപ്പോൾ നമുക്ക് എ പ്ലസ് എ ബാർ ഡോട്ട് ബിനെ നമുക്ക് ഇങ്ങനെ ജസ്റ്റ് നിങ്ങൾക്ക് ബ്രാക്കറ്റ് ഇല്ലെന്നുണ്ടെങ്കിൽ ആശയക്കുഴപ്പം തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ബ്രാക്കറ്റ് ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, എ പ്ലസ് എ ബാർ ഡോട്ട് എ പ്ലസ് ബി. ദെൻ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? എ പ്ലസ് എ ബാറിന് നമ്മൾ ഇവിടെ പഠിച്ചിട്ടുണ്ട് എക്സ് പ്ലസ് എക്സ് ബാർ. എക്സ് പ്ലസ് എക്സ് ബാർ എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. വെയിറ്റ് എ മിനിറ്റ്. എക്സ് പ്ലസ് എക്സ് ബാർ എന്നുള്ളത് നമ്മൾ ഓക്കെ കണ്ടോ? എക്സ് പ്ലസ് എക്സ് ബാർ ഈസ് ഈക്വൽ ടു 1 എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ആ ലോ. അപ്പോൾ അവിടെ അപ്ലൈ ചെയ്യേണ്ടത് ആ ലോ ആണ്. എ പ്ലസ് എ ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്? 1. ഓക്കെ, നമ്മളിവിടെ എക്സ് പ്ലസ് നമ്മളവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്ന റൂൾ ഏതാണ്? എക്സ് പ്ലസ് എക്സ് ബാർ ഈസ് ഈക്വൽ ടു 1. അപ്പോൾ അത് നമുക്കിവിടെ എ പ്ലസ് എ ബാറിന് പകരം നമുക്കിവിടെ എന്ത് എഴുതാൻ കഴിയും? 1 എന്ന് എഴുതാൻ കഴിയും. ഡോട്ട് എ പ്ലസ് ബി അല്ലേ? ദെൻ നമുക്ക് ഇതിന് പകരം നമുക്ക് എന്ത് എഴുതാമോ? 1 ഡോട്ട് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് തന്നെയാണ്. അതുകൊണ്ട് 1 ഡോട്ട് എ പ്ലസ് ബി എന്നുള്ളതിന് നമുക്ക് എന്ത് എഴുതാൻ കഴിയും? എ പ്ലസ് ബി. എഴുതിയെടുത്തോളൂ, നോട്ട് ചെയ്തോളൂ. ഓരോന്നും ഏത് റൂള് വെച്ചാണ് എഴുതിയിരിക്കുന്നത് എന്നുള്ളതും കൂടെ നോട്ട് ചെയ്യുക. ഇതൊന്ന് പ്രൂവ് ചെയ്യും. എക്സ് പ്ലസ് എക്സ് എക്സ് പ്ലസ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ഒന്ന് പ്രൂവ് ചെയ്യും. ഒരു സ്റ്റെപ്പ് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് എക്സ് പ്ലസ് എക്സ്, അതായത് എൽ എച്ച് എസിന് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഈക്വൽ ടു, അതായത് എക്സ് പ്ലസ് എക്സ് എന്നുള്ളതിന് നമുക്ക് ഈക്വൽ ടു എക്സ് പ്ലസ് എക്സ് ഡോട്ട് 1 എന്ന് എഴുതാൻ പറ്റും. അതായത് എക്സ് ഡോട്ട് 1 ഈസ് ഈക്വൽ ടു എക്സ് എന്നല്ലേ? അതേപോലെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? എക്സ് പ്ലസ് എക്സ് ഇത് മൊത്തം ഒരു എക്സ് ആക്കി എടുത്തിട്ട് ഒരു ഡോട്ട് 1 കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് എക്സ് പ്ലസ് എക്സ് തന്നെയാണ് നമുക്ക് കിട്ടുക. ഓക്കെ, ഹലോ, പറ. എക്സ് പ്ലസ് എക്സ് ഡോട്ട് 1 പ്ലസ് എക്സ് ഡോട്ട് 1 എഴുതി കൂടെ? എക്സിനെ പുറത്തെടുത്തിട്ട് ഇങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത്? നിങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാകും അങ്ങനെയല്ലേ? എക്സ് ഡോട്ട് 1
പ്ലസ് എക്സ് ഡോട്ട് വൺ ഇങ്ങനെ ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക അല്ലേ. എന്നിട്ട് എക്സ് പുറത്തേക്ക് യെസ് മിസ്. 1+1 ഈസ് ഈക്വൽ ടു എക്സ് എന്ന് എഴുതിയിട്ടുണ്ടോ അല്ലേ? ആ 1+1 1 തന്നെ. ആ ഇതും കറക്റ്റാണ്. നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. പക്ഷെ നമ്മൾ ലോസ് വെച്ചിട്ട് മാത്രം ഇതും കറക്റ്റാണ്. ഇതിന് കുഴപ്പമൊന്നുമില്ല. നമുക്ക് പെട്ടെന്ന് ഇതാക്കി കിട്ടുമ്പോൾ നമ്മൾ ഇങ്ങനെ തന്നെയാണ് ചെയ്യുക. വേറൊരു മെത്തേഡ് ഓൺലി ലോസ് മാത്രം വെച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഇത് നമ്മളിവിടെ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടാണ് വരുന്നത് 1+1 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതൊരു ശരിയായ രീതിയല്ല. അതുകൊണ്ടാണ് ജസ്റ്റ് ഇതിന് തെറ്റൊന്നും പറയാൻ പറ്റില്ല. നമുക്ക് വേറൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എക്സ് പ്ലസ് എക്സ് ബാർ വെച്ച് ചെയ്തൂടെ? ചെയ്യാം. യെസ്, ഓഫ്കോഴ്സ് ചെയ്യാം. എക്സ് പ്ലസ് എക്സ് ഡോട്ട് വണ്ണിന് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? എക്സ് പ്ലസ് എക്സ് ഡോട്ട് എക്സ് പ്ലസ് എക്സ് ബാർ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അതായത് ഇവിടെ ഇപ്പോൾ നമുക്ക് എക്സ് ഡോട്ട് വൺ ഈസ് ഈക്വൽ ടു എക്സ്. അതേപോലെ വണ്ണിന് നമുക്ക് എക്സ് പ്ലസ് എക്സ് ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് വണ്ണാണ്. വണ്ണിന് നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റും. ഇത് മൊത്തം എന്ന് പറയുന്നത് എന്താണ്? എക്സ് പ്ലസ് എക്സ് ഡോട്ട് എക്സ് ബാർ ആണ്. ബൈ ഡിസ്ട്രിബ്യൂട്ടീവിലോ ആണത്. ഓക്കെ, ഇത് നമ്മളെ ഡിസ്ട്രിബ്യൂട്ടീവിലോ ആണ്. എക്സ് പ്ലസ് എക്സ് ബാർ, എക്സ് പ്ലസ് എക്സിൻ്റെ എക്സ് ബാർ. അതായത് ഇതിപ്പോൾ എന്താണ്? നിങ്ങൾ ഇത് നോക്കുക, ഈ ടേംസ് നോക്കുക. ഇതിന് പകരം എ ഇങ്ങനെ എഴുതി വെക്കുക, എ പ്ലസ് ബി, എ പ്ലസ് സി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അത് എ പ്ലസ് ബി ഡോട്ട് സി ആണത്. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതായത് എ പ്ലസ് ബി ഇൻറ്റു എ പ്ലസ് സി ഈസ് ഈക്വൽ ടു എ പ്ലസ് പി ഡോട്ട് സി. അതേ സെയിം സംഭവം തന്നെയാണ് ഇവിടെ വരുന്നത്. ഇവിടെ നോക്കുമ്പോൾ എക്സ് ഡോട്ട് എക്സ് ബാർ എന്ന് പറയുന്നത് 0 ആയി മാറും. സോ നമുക്ക് എന്തെഴുതാം? എക്സ് പ്ലസ് 0. ദെൻ നമുക്ക് എക്സ് പ്ലസ് 0 എന്ന് പറയുന്നത് എക്സ് തന്നെയാണ്. സോ നമുക്ക് എക്സ് എന്ന് എഴുതാം. ഇതാണ് അതിൻ്റെ കറക്റ്റ് രീതി. നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി, എളുപ്പവഴി നോക്കണ്ട. നിങ്ങൾ ആ ലോസ് മാത്രം വെച്ച് ചെയ്യും. ഇത് കഴിഞ്ഞവർ ഈ സെയിം സാധനം തന്നെ ഇതിൻ്റെ ഡ്യുവലായ എക്സ് ഡോട്ട് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് അതൊന്ന് പ്രൂവ് ചെയ്തേ. സെയിം തന്നെയാണ്. നമ്മളിവിടെ ഇതിൻ്റെ ഒരു ഇതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എക്സ് ഡോട്ട് എക്സ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാൻ പറ്റും? എക്സ് ഡോട്ട് എക്സ് പ്ലസ് 0 എന്ന് എഴുതാൻ പറ്റും. ഇത് വെച്ചൊന്ന് ചെയ്തേ. സെയിം മെത്തേഡ് തന്നെയാണ് വരുന്നത്. നമ്മളിപ്പോൾ ഈ ചെയ്ത അതേപോലെ തന്നെ വരുന്നത്. അതായത് എക്സ് ഡോട്ട് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് എന്ന് എഴുതുന്നതിന് നമുക്ക് എക്സ് ഡോട്ട് എക്സ് പ്ലസ് 0 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. നമുക്കൊരു 0 ആഡ് ചെയ്ത് കഴിഞ്ഞാലും അതിനൊരു എഫക്റ്റോ പ്രശ്നമൊന്നുമില്ല. അപ്പം ഇനി ആ 0നെ നമുക്ക് എന്തെഴുതാൻ കഴിയും? അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിക്കേ. മിസ് ചെയ്തു. ഓക്കെ, എങ്ങനെ കിട്ടി? നമ്മൾ എക്സ് ഡോട്ട് എക്സ് പ്ലസ് 0 എന്ന് എഴുതി. എന്നിട്ട് 0ന് അത് നമുക്ക് ഏത് വെച്ചിട്ട് എഴുതുക?
നമ്മൾ എക്സ് പ്ലസ് സീറോ എന്ന് പറയുന്നത് എന്താണ്? എക്സ് തന്നെയാണ് അല്ലേ? ദെൻ സീറോനെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? സീറോനെ നമുക്ക് എക്സ് ഡോട്ട് എക്സ് ബാർ എന്ന് എഴുതാൻ കഴിയും അല്ലേ? നമുക്കറിയാം എക്സ് ഡോട്ട് എക്സ് ബാർ എന്ന് പറയുന്നത് എന്താണ്? സീറോ ആണ്. ഓക്കെ, ഇവിടെ ഇപ്പോൾ നമുക്ക് ഇനി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇത് ഡിസ്ട്രിബ്യൂട്ടീവിൽ വേണം അല്ലേ? നമുക്ക് എക്സ് പുറത്തേക്ക് എടുക്കാൻ കഴിയും. എക്സ് ഇൻറ്റു എക്സ് പ്ലസ് എക്സ് ബാർ എന്ന് നമുക്ക് എഴുതാം. നമുക്കറിയാം എക്സ് എങ്ങനെ എന്താലോ എക്സ് ഡോട്ട് എക്സ് പ്ലസ് എക്സ് ഡോട്ട് വൈ അല്ലെങ്കിൽ വൈ ഡോട്ട് എക്സ് ഡോട്ട് സെറ്റ് ഇസ് ഈക്വൽ ടു എക്സ് ഡോട്ട് വൈ പ്ലസ് സെറ്റ് ഇത് നമുക്കറിയാം. ആ ലോ വെച്ചിട്ട്, ആ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമുക്ക് ഇങ്ങനെ കിട്ടും അല്ലേ? ദെൻ നമുക്കറിയാം എക്സ് പ്ലസ് എക്സ് ബാർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. എക്സ് പ്ലസ് എക്സ് ബാർ എന്ന് പറഞ്ഞാൽ എന്താണ് വരുന്നത്? സീറോ. എക്സ് പ്ലസ് എക്സ് ബാർ ഇസ് ഈക്വൽ ടു സീറോ. അപ്പോൾ നമുക്ക് അതിവിടെ എഴുതാം. സോറി, സീറോ അല്ല, 1. വെരി സോറി. എക്സ് പ്ലസ് എക്സ് ബാർ എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ എക്സ് ഡോട്ട് 1. എക്സ് പ്ലസ് എക്സ് ബാറിന് നമുക്ക് എന്ത് കൊടുക്കാം? 1 എന്ന് കൊടുക്കാം. ദെൻ എക്സ് ഡോട്ട് 1ന് നമുക്ക് എന്ത് എഴുതാം? എക്സ്. നമുക്കറിയാം എക്സ് ഡോട്ട് 1 ഇസ് ഈക്വൽ ടു എക്സ് ആണ്. അങ്ങനെ ലോസ് വെച്ചിട്ട് പ്രൂവ് ചെയ്യാം. ഓരോന്നും ഏതൊക്കെ ഇത് വെച്ചിട്ടാണ് എഴുതിയിരിക്കുന്നതെന്ന് നോട്ട് ചെയ്യും. ഇനി നമുക്കിതിൻ്റെ കുറേ പ്രോബ്ലംസ് ചെയ്യാം. ഇനി നമുക്ക് വേറൊരു പ്രൂഫ് രീതിയാണ് ട്രൂത്ത് ടേബിൾ വെച്ചിട്ട് പ്രൂവ് ചെയ്യുക. ഇതെല്ലാവരും എഴുതിയെടുത്തുവോ? ബൈ ഇൻഡക്ഷൻ എന്നാ പറയുക തന്നെ. പെർഫെക്റ്റ് ഇൻഡക്ഷൻ എന്നാണ്. എല്ലാവരും എഴുതിയെടുത്ത് കഴിഞ്ഞോ? ഇത് നമ്മളിവിടെ പ്രൂവ് ചെയ്തിരിക്കുന്നത് എക്സ് ഡോട്ട് എക്സ് ഈസ് ഈക്വൽ ടു എക്സ്, എൽ എച്ച് എസ് ഈക്വൽ ടു ദാറ്റ് ഈസ് ഈക്വൽ ടു ആർ എച്ച് എസ്. നമുക്കിതിൻ്റെ ഒരുപാട് പ്രോബ്ലംസ് ചെയ്യണം. നിങ്ങൾക്ക് ശരിക്കും ഇത് ചെയ്ത് ഇങ്ങോട്ട് തറാവണം. ഓക്കെ, ഞാൻ കുറച്ച് പ്രോബ്ലംസ് ഞാനിപ്പോൾ നോക്കിയില്ല. നിങ്ങളുടെ ടെക്സ്റ്റ് എൻ്റെ കയ്യിലില്ല. കംപ്ലീറ്റ് ടെക്സ്റ്റ് ഇല്ല എൻ്റെ കയ്യിലുള്ളത്. ഒരു PPT ആണ്. അതിലുള്ള കുറേ പ്രോബ്ലംസ് നമുക്ക് ചെയ്തു നോക്കാം. ഓക്കെ, നമുക്ക് വേറൊരു മെത്തേഡാണ് ബൈ ഇൻഡക്ഷൻ, ബൈ പെർഫെക്റ്റ് ഇൻഡക്ഷൻ എന്നൊക്കെ കൊടുത്തിരിക്കും. അത് ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നിട്ടുള്ള ഒരു എക്സാമ്പിളാണ്. ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് എക്സ് ഡോട്ട് വൈ ഈസ് ഈക്വൽ ടു എക്സ്. അപ്പോൾ ഇതിന് നമ്മൾ ശരിക്കും വാല്യൂസ് കൊടുത്ത് നോക്കുകയാണ്. അപ്പോൾ നമ്മൾ എക്സിന് വാല്യൂ കൊടുത്ത് നോക്കുകയാണ്, വൈന് വാല്യൂ കൊടുത്ത് നോക്കുകയാണ്. അപ്പോൾ ഇവിടെ ഓരോ ടേം നമ്മൾ കറക്റ്റായിട്ട് എല്ലാം ചെയ്ത് നോക്കുകയാണ്. ഇവിടെ ചെയ്യുന്നത് നമ്മൾ എക്സ് ഡോട്ട് വൈ കാണുന്നു, ദെൻ എക്സ് പ്ലസ് എക്സ് ഡോട്ട് വൈ കാണുന്നു. അപ്പം എന്നിട്ട് നമ്മൾ രണ്ടും കൂടെ ചെക്ക് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഇവിടെ വരുന്ന വാല്യൂസ് ഏതൊക്കെയാണ് വരുന്നത്? എക്സിന് 0 വരാം, വരുന്ന കോമ്പിനേഷൻസ് ആണ് വരുന്നത്. എക്സിന് 0 ആവുന്ന സമയത്ത് വൈക്ക് 0 വരാം. അങ്ങനെ എക്സിന് 0യും വൈക്ക് 0യും വന്നാൽ എക്സ് ഡോട്ട് വൈക്ക് എന്താ വരിക? 0 തന്നെ വരിക അല്ലേ? പിന്നെ ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? എക്സ് പ്ലസ് എക്സ് ഡോട്ട് വൈ. നമ്മളിവിടെ എക്സ് ഡോട്ട് വൈ നമ്മളിവിടെ കണ്ടു കഴിഞ്ഞു. ദെൻ അതിലേക്ക് എക്സും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഈ എക്സും ഈ എക്സ് ഡോട്ട് വൈയും കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ കിട്ടുക 0 തന്നെയാണ്. ദെൻ എക്സിന് 0 വരുന്ന സമയത്ത് വൈക്ക് 1 വരും അല്ലേ? അപ്പോൾ എന്താ വരിക എന്നാൽ എക്സ് ഡോട്ട് വൈ എന്ന് പറയുമ്പോൾ 0.1 എന്ന് പറയുന്നത് എന്താണ്? 0 തന്നെയാണ്. നിങ്ങൾ ഇത് മനസ്സിലാക്കുക. 0.0 ഈസ് ഈക്വൽ ടു 0, 0.1
is equal to 0. 1 dot 0 is equal to 0. 1 dot 1 is equal to 1. ഇതാണ് ആ ഡോട്ട് ഓപ്പറേഷൻ്റെ വരുന്നത്. അതേപോലെ 0 പ്ലസ് 0 ഈസ് ഈക്വൽ ടു പ്ലസ് ഓപ്പറേഷൻ വരുന്നത് ഇങ്ങനെയാണ്. 0 പ്ലസ് 0 ഈസ് ഈക്വൽ ടു 0, 0 പ്ലസ് 1 ഈസ് ഈക്വൽ ടു 1, 1 പ്ലസ് 0 ഈസ് ഈക്വൽ ടു 1 ആൻഡ് 1 പ്ലസ് 1 ഈസ് ഈക്വൽ ടു 1. ഇതാണ് ഇതൊന്ന് എഴുതി വെച്ചോളൂ അല്ലേ. ഇനി നമുക്ക് ട്രൂത്ത് ടേബിൾ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇത് ആവശ്യമായിട്ട് വരും. ഇത് പ്ലസ് ഓപ്പറേഷൻ, ഇത് ഡോട്ട് ഓപ്പറേഷൻ. ഈ പ്ലസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഓർ ആണ്, ഓർ ഓപ്പറേഷൻ ആണ്. ഡോട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ആൻഡ് ഓപ്പറേഷൻ ആണ്. അപ്പോൾ നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. അതായത് 0 എക്സിന് 0 വരുന്ന കേസിൽ വൈക്ക് 1 എന്ന് ഇതൊക്കെ ഇൻപുട്ട്. ഹലോ, യെസ്, എക്സിന് 0 വരുന്ന കേസിൽ വൈക്ക് 1 വരാം. അങ്ങനെ വൈക്ക് 1 വന്നു കഴിഞ്ഞാൽ എക്സ് ഡോട്ട് വൈ എന്ന് പറയുന്നത് നമുക്ക് 0 കിട്ടും. ഓക്കെ, അങ്ങനെ 0 കിട്ടിക്കഴിഞ്ഞാൽ എക്സ് പ്ലസ് എക്സ് ഇവിടെ 0 ആണ്, എക്സ് ഡോട്ട് വൈ 0 ആണ്. അത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുന്നത്? 0 തന്നെയാണ്. ദെൻ എക്സിന് അടുത്തത് 1 വരാം. ആ സമയത്ത് വൈക്ക് എന്ത് വരാം? 0. ഇതാണ് നമ്മൾ കോമ്പിനേഷനായിട്ട് അങ്ങനെ തന്നെ എഴുതാം. 1ന് 0 വരാം. ആ കേസിൽ എക്സ് ഡോട്ട് വൈ എന്ന് പറയുന്നത് അഗെയിൻ 0 തന്നെയാണ്. ദെൻ ഇവിടെ എക്സ് ഡോട്ട് വൈ എന്ന് പറയുന്നത് 0, എക്സ് എന്ന് പറയുന്നത് 1. അപ്പോൾ 1 പ്ലസ് 0 എന്ന് പറയുന്നത് നമുക്കിവിടെ 1 കിട്ടും. 1 പ്ലസ് 0 1 കിട്ടും. ദെൻ എക്സിന് 1, വൈക്ക് 1, അതായത് എക്സിന് 1 വരുമ്പോൾ വൈക്ക് 1. എല്ലാ കോമ്പിനേഷനും എക്സിന് ഏതൊക്കെ വാല്യൂസ് വരാം, വൈക്ക് ഏതൊക്കെ വാല്യൂസ് വരാം. അപ്പോൾ ഇവർ രണ്ടുപേരും നമ്മൾ ഏതൊക്കെ സ്റ്റേറ്റുകളിൽ ഇരിക്കാം? എക്സും വൈയും 0 0 എന്നുള്ള സ്റ്റേറ്റിലിരിക്കാം, എക്സും വൈയും 0 1 എന്നുള്ള സ്റ്റേറ്റിലിരിക്കാം, എക്സും വൈയും 1 0 എന്നുള്ള സ്റ്റേറ്റിലാവാം, എക്സും വൈയും 1 1 എന്നുള്ള സ്റ്റേറ്റിലാവാം. എല്ലാ കോമ്പിനേഷനും ഇവിടെ എല്ലാ പോസിബിൾ സ്റ്റേറ്റുമാണ് നമ്മളിവിടെ നോക്കുന്നത്, ഈ രണ്ടിൻ്റെയും. അങ്ങനെ 1 1 ആവുന്ന കേസിൽ എക്സ് ഡോട്ട് വൈ എന്ന് പറയുന്നത് 1 ആവും. അപ്പോൾ എക്സ് ഡോട്ട് വൈ പ്ലസ് എക്സ് എന്ന് പറയുന്നത് എന്ത് കിട്ടും? നമുക്ക് എഗെയിൻ 1 കിട്ടും. അപ്പോൾ ഇവിടെ നോക്കുക, നമ്മളിവിടെ ചെക്ക് ചെയ്ത് നോക്കുക. നമ്മുടെ പ്രൂഫ് ചെയ്യേണ്ടത് എന്തായിരുന്നു? എക്സ് പ്ലസ് എക്സ് ഡോട്ട് വൈ ഈസ് ഈക്വൽ ടു എക്സ് എന്നാണ്. അതായത് എക്സ് 0 ആവുന്ന കേസിൽ എക്സ് പ്ലസ് എക്സ് ഡോട്ട് വൈ 0 ആണ്. എക്സ് 0 ആവുന്ന കേസിൽ എക്സ് പ്ലസ് എക്സ് ഡോട്ട് വൈ അഗെയിൻ 0 ആണ്. എക്സ് 1 ആവുന്ന കേസിൽ എക്സ് പ്ലസ് എക്സ് ഡോട്ട് വൈ അഗെയിൻ 1 ആണ്. ഇവിടെ നോക്കുക, ഇതേ സെയിം തന്നെയല്ലേ വരുന്നത്. അതായത് എക്സ് ഇവിടെ എന്താണോ വരുന്നത് അത് തന്നെയാണ് ഇവിടെ ഔട്ട്പുട്ടായ എക്സ് പ്ലസ് എക്സ് ഡോട്ട് വൈയിലും വരുന്നത്. അപ്പോൾ നമ്മുടെ തിയറം പ്രൂവ്ഡ് ആയി. എക്സ് തന്നെയാണ്, അതായത് എക്സ് പ്ലസ് എക്സ് ഡോട്ട് വൈ എന്ന് പറഞ്ഞാൽ എക്സ് തന്നെയാണ് എന്ന് നമ്മളിവിടെ 1 ആണ് ജസ്റ്റ് നോട്ട് ചെയ്യുക. അപ്പം ഇങ്ങനെയാണ് നമ്മൾ പ്രൂഫ് ബൈ പെർഫെക്റ്റ് ഇൻഡക്ഷൻ ട്രൂത്ത് ടേബിളൊക്കെ വെച്ചിട്ട് പ്രൂവ് ചെയ്യുന്നത്. ഇതിനെ പറയുന്നത് ട്രൂത്ത് ടേബിൾ എന്നാണ്. ജസ്റ്റ് ഇതൊന്ന് എഴുതിയെടുത്തോളൂ. ഈ ഓറും ആൻഡും ഓപ്പറേഷന് വാല്യൂസ് എങ്ങനെ വരുന്നത് എന്ന് എഴുതിയെടുത്തോളൂ.
ഇനി നമ്മൾ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ഒന്ന് ഇത് വെച്ചിട്ടൊന്ന് പ്രൂവ് ചെയ്യും. ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. ഡോട്ടാണ് കേട്ടോ അവിടെ. എക്സ് ഡോട്ട് വൈ പ്ലസ് സെഡ് ഇസ് ഈക്വൽ ടു എക്സ് ഡോട്ട് വൈ. ഇവിടെ നമുക്ക് 3 വേരിയബിൾസ് ആണ് ഉള്ളത്. എക്സ് നമുക്ക് കുറേ ചെയ്യാണ്ടതിൽ എക്സ് വൈ സെഡ്. ഇതിൽ ഏതൊക്കെ കോമ്പിനേഷൻസ് വരാം? എക്സിന് 0, വൈക്ക് 0, സെഡിന് 0. ദെൻ എക്സിന് 0, വൈക്ക് 0, സെഡിന് 1 അല്ലേ? 0 1 0 0 1 1. Then 1 0 0 1 0 1. Then 1 1 0. Then ഇത് വരും ലാസ്റ്റത്തെ. ഇങ്ങനെ എഴുതാൻ നിങ്ങൾ പഠിക്കണം കേട്ടോ. ഈ കോമ്പിനേഷനിൽ അതങ്ങനെ സുഖമായിട്ട് എഴുതി പോകാൻ പറ്റും. പക്ഷെ നിങ്ങളത് പഠിക്കണം എങ്ങനെ എഴുതേണ്ടതെന്നുള്ളത്. ഓക്കെ, ഇത്രയാണ് വരുന്നത്. എക്സിൻ്റെയും വൈൻ്റെയും സെഡിൻ്റെയും ഓൾ കോമ്പിനേഷൻ ഏതെങ്കിലും ഈ സ്റ്റേറ്റുകൾ ഏതെങ്കിലും ഒന്നിലായിരിക്കും എപ്പോഴും നമ്മുടെ എക്സ് വൈ സെഡ് ഉണ്ടായിരിക്കുക. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഇവിടെ നോക്കണം. എന്താ നോക്കേണ്ടത്? നമുക്ക് ഇവിടെ കാണേണ്ടത് വൈ പ്ലസ് സെഡ് കാണണം. ദെൻ എക്സ് ഡോട്ട് വൈ പ്ലസ് സെഡ് കാണണം. ദെൻ നമുക്ക് എന്താ കാണേണ്ടത്? എക്സ് ഡോട്ട് വൈ കാണണം, എക്സ് ഡോട്ട് സെഡ് കാണണം. ദെൻ എക്സ് പ്ലസ് വൈ എക്സ് ഡോട്ട് വൈ പ്ലസ് എക്സ് ഡോട്ട് സെഡ് കാണണം. എല്ലാ കോമ്പിനേഷനും കാണും. ഇത് കംപ്ലീറ്റ് കാണാം. ഇതെല്ലാവരും എഴുതിയെടുക്കൂ. എന്നിട്ട് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കൂ. വൈ പ്ലസ് സെഡ് കാണാം. 0 പ്ലസ് 0 0. ദെൻ എക്സ് ഡോട്ട് വൈ പ്ലസ് സെഡ് കാണാം. വൈ പ്ലസ് സെഡ് നമ്മൾ ഓൾറെഡി ഇവിടെ കണ്ടു കഴിഞ്ഞല്ലോ. അപ്പോൾ എക്സ് ഡോട്ട് വൈ പ്ലസ് സെഡ് എന്ന് പറയുമ്പോൾ 0 പ്ലസ് 0 0. ദെൻ എക്സ് ഡോട്ട് വൈ കാണാം. നമുക്ക് ഏതാ ശരി നോക്കേണ്ടത്? ഇതാണ് നമ്മളെ ഈ രണ്ടുമാണ് നമുക്ക് നോക്കേണ്ടത്, ഒരേപോലെയാണോ എന്ന്. ഈ 2 കോളം ഒരേപോലെ ആയി കഴിഞ്ഞാൽ നമ്മുടെ ഈ തിയറം പ്രൂവ്ഡ് ആയി. ഓക്കെ, ദെൻ എക്സ് ഡോട്ട് വൈ കാണാം. എക്സ് ഡോട്ട് വൈ എന്ന് പറയുമ്പോൾ 0 ഡോട്ട് 0 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. എക്സ് ഡോട്ട് സെഡ് എന്ന് പറയുമ്പോൾ 0 ഡോട്ട് 0 0. ദെൻ എക്സ് ഡോട്ട് വൈ പ്ലസ് എക്സ് ഡോട്ട് സെഡ്, ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ പ്ലസ്, ഈ ടേമിൻ്റെയും കൂടെ പ്ലസ്, അതെന്ന് പറഞ്ഞാൽ 0 പ്ലസ് 0 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ദെൻ നമുക്ക് ഇനി കാണേണ്ടത് വൈ പ്ലസ് സെഡ്. രണ്ടാമത്തേതിൻ്റെ ഇത് നമ്മൾ കണ്ടു കഴിഞ്ഞു, ഫസ്റ്റത്തെ കണ്ടു കഴിഞ്ഞു. എല്ലാവരും ഒന്ന് ചെയ്യൂ, എൻ്റെ കൂടെ ചെയ്യൂ. വൈ പ്ലസ് സെഡ് എന്ന് പറയുമ്പോൾ 0 പ്ലസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ദെൻ എക്സ് ഡോട്ട് വൈ പ്ലസ് സെഡ് എന്ന് പറയുമ്പോൾ 1 ഡോട്ട് 0. എക്സ് എന്ന് പറയുന്നത് 0 ആണ്, വൈ പ്ലസ് സെഡ് എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ 0 ഡോട്ട് 1 എന്ന് പറയുമ്പോൾ എന്താവും? 0. ദെൻ എക്സ് ഡോട്ട് വൈ എന്ന് പറയുമ്പോൾ 0 ഡോട്ട് 0 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. എക്സ് ഡോട്ട് സെഡ് എന്ന് പറയുമ്പോൾ 0 ഡോട്ട് 1 അതെന്താണ്? അഗെയിൻ 0 പ്ലസ് 0, അതായത് എക്സ് പ്ലസ് വൈ ഈ 2 ടേമിൻ്റെയും കൂടെ പ്ലസ്, ഈ 2 ടേമിൻ്റെയും കൂടെ പ്ലസ്, അതെന്ന് പറയുമ്പോൾ എന്താ വരുന്നത്? 0 പ്ലസ് 0 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. 6 കഴിഞ്ഞു.
ദെൻ അടുത്തത് വരുന്നത് വൈ പ്ലസ് സെഡ്. വൈ പ്ലസ് സെഡ് എന്ന് പറയുമ്പോൾ നോക്കുക 1 പ്ലസ് 0 അതെന്ന് പറയുമ്പോൾ എന്താ കിട്ടുന്നത് നമുക്ക് 1. എസ് ഡോട്ട് വൈ പ്ലസ് സെഡ് എന്ന് പറയുമ്പോൾ 0 ഡോട്ട് ഈ രണ്ടിൻ്റെയും കൂടെ ഡോട്ടാണ് വരുന്നത്, ഇതിൻ്റെയും കൂടെ ഡോട്ട് 0 ഡോട്ട് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ദെൻ എക്സ് ഡോട്ട് വൈ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത് 0 ഡോട്ട് 1 ആണ്. അപ്പോൾ എന്താ കിട്ടുക അഗെയിൻ 0. എക്സ് ഡോട്ട് സെഡ് എന്ന് പറയുമ്പോൾ 0 ഡോട്ട് 0 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ദെൻ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ പ്ലസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും 0. നമ്മൾ അത് കംപ്ലീറ്റ് ചെയ്തു. ദെൻ നമ്മളിവിടെ അഗെയിൻ എന്താ ചെയ്യുന്നത് വൈ പ്ലസ് സെഡ് എന്ന് പറയുമ്പോൾ 1 പ്ലസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. എക്സ് ഡോട്ട് വൈ പ്ലസ് സെഡ് എന്ന് പറയുമ്പോൾ എക്സിൻ്റെ വാല്യൂ ഇവിടെ 0 ആണ്. 0 ഇൻ ഡോട്ട് 1 എന്ന് പറയുമ്പോൾ 0. ദെൻ എക്സ് ഡോട്ട് വൈ എന്ന് പറയുമ്പോൾ 0 ഡോട്ട് 1 എന്ന് പറയുമ്പോൾ എന്താ വരുന്നത് 0. എക്സ് ഡോട്ട് സെഡ് 0 ഡോട്ട് 1 എന്താ വരുന്നത് 0. 0 പ്ലസ് 0 എന്ന് പറയുമ്പോൾ അഗെയിൻ 0. ദെൻ വൈ പ്ലസ് സെഡ് അടുത്ത റോൻ്റെ വൈ പ്ലസ് സെഡ് എന്ന് പറയുമ്പോൾ എന്താ വരുന്നത് 0 അല്ലേ. അപ്പോൾ വൈ പ്ലസ് സെഡ് 0. എക്സ് ഡോട്ട് വൈ പ്ലസ് സെഡ് എന്ന് പറയുമ്പോൾ 1 ഡോട്ട് 0 വരും, അത് 0 തന്നെ. നമ്മൾ പിന്നെ എക്സ് ഡോട്ട് വൈ എന്ന് പറയുമ്പോൾ 1 ഡോട്ട് 0 അതെന്താണ് 0 തന്നെ. ദെൻ എക്സ് ഡോട്ട് സെഡ് എന്ന് പറയുമ്പോൾ 1 ഡോട്ട് 0 അഗെയിൻ 0 തന്നെ. 0 പ്ലസ് 0 0. ദെൻ നോക്കുക അടുത്തത് നമ്മൾ വൈ പ്ലസ് സെഡ് എന്ന് പറയുന്നത് 0 പ്ലസ് 1 അതെന്താണ് 1 ആണല്ലേ. ദെൻ എക്സ് ഡോട്ട് വൈ പ്ലസ് സെഡ് എന്ന് പറയുമ്പോൾ 1 ഡോട്ട് 1 അതെന്താ കിട്ടുക, അതായത് 1 എക്സും വൈ പ്ലസ് സെഡ് നമുക്ക് ഇവിടെ 1 കിട്ടിയത് 1 ഡോട്ട് 1 അത് 1 ആണ്. ദെൻ എക്സ് ഡോട്ട് വൈ എന്ന് പറയുമ്പോൾ 1 ഡോട്ട് 0 അതെന്താ കിട്ടുന്നത് 0. എക്സ് ഡോട്ട് സെഡ് എന്ന് പറയുമ്പോൾ എക്സ് 1 സെഡ് 1 1 ഡോട്ട് 1 1. 0 പ്ലസ് 1 എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത് 1. ഓക്കെ ആ റോയും ഓക്കെ. ദെൻ നമുക്ക് അടുത്ത റോയായ 1 വൈ പ്ലസ് സെഡ് എന്ന് പറയുമ്പോൾ 1 പ്ലസ് 0 എന്ന് പറയുമ്പോൾ 1. ദെൻ എക്സ് ഡോട്ട് വൈ പ്ലസ് സെഡ് എന്ന് പറയുമ്പോൾ എക്സ് ഇവിടെ 1 ആണ്, വൈ പ്ലസ് സെഡ് 1 ആണ്. അതിൻ്റെ രണ്ടും കൂടെ ഡോട്ട് വരുന്ന സമയത്ത് ഡോട്ട് ഓപ്പറേഷൻ വരുന്ന സമയത്ത് നമുക്കിവിടെ 1 കിട്ടും. ദെൻ എക്സ് ഡോട്ട് വൈ എന്ന് പറയുമ്പോൾ എക്സ് 1 ആണ്, വൈ 1 ആണ്. സോ അപ്പോൾ എന്താ നമുക്ക് കിട്ടുക ഇവിടെ 1 കിട്ടും. എക്സ് ഡോട്ട് സെഡ് എക്സ് 1 ആണ്, സെഡ് 0 ആണ്, അത് 0. ദെൻ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ 1 എക്സ് ഡോട്ട് വൈ പ്ലസ് എക്സ് ഡോട്ട് സെഡ് എന്ന് പറയുമ്പോൾ രണ്ടിൻ്റെയും കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും 1 എന്ന് കിട്ടും. ഇനി അവസാനത്തെ റോ എല്ലാം 1 ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് എല്ലാം 1 ആയിരിക്കും കിട്ടുക. 1 വൈ പ്ലസ് സെഡ് 1 ആയിരിക്കും, എക്സ് ഡോട്ട് വൈ പ്ലസ് സെഡ് 1 ആയിരിക്കും, എക്സ് ഡോട്ട് വൈ 1 ആയിരിക്കും, എക്സ് ഡോട്ട് സെഡ് 1 ആയിരിക്കും. അതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി ഇതും 1 ആയിരിക്കും. അപ്പോൾ ഇനി നോക്കുക, അപ്പോൾ നമ്മുടെ ഫുള്ള് നമുക്കെല്ലാം കിട്ടി. അപ്പോൾ ഇവിടെ നോക്കുക, ഇതാണ് നമ്മുടെ എൽ എച്ച് എസ്, ഇത് നമ്മുടെ ലാസ്റ്റ് 1 നമ്മുടെ ആർ എച്ച് എസ്. ആ രണ്ട് കോളവും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുക, ആ രണ്ടും ഈക്വൽ ആണ്. സോ എൽ എച്ച് എസ് ഈസ് ഈക്വൽ ടു ആർ എച്ച് എസ്. സോ നമ്മുടെ നെക്സ്റ്റ് തിയറം പ്രൂവ്. എല്ലാവർക്കും കിട്ടിയോ? ആർക്കെങ്കിലും മനസ്സിലാവാത്തതുണ്ടോ ഇതെങ്ങനെ ചെയ്യാന്നുള്ളത്? എല്ലാവരും ചെയ്ത് നോക്കൂ. ഇനി നിങ്ങൾക്കൊരു ഹോംവർക്കാണ്.
ഇത് പ്രൂവ് ചെയ്യാം. എക്സ് പ്ലസ് വൈ ഡോട്ട് സെറ്റ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ഡോട്ട് എക്സ് പ്ലസ് സെറ്റ്. ഇത് പ്രൂവ് ചെയ്തിട്ട് എനിക്ക് വാട്സപ്പിൽ ഇമേജ് എടുത്ത് ഫോട്ടോ എടുത്ത് അയച്ചു തന്നാൽ മതി എല്ലാവരും. അപ്പോൾ ഇതെല്ലാവരും എഴുതിയെടുക്കുക. എഴുതിയെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലാസ് എല്ലാവരും എഴുതി കഴിഞ്ഞോ? ഇത് പ്രൂവ് ചെയ്യുക കേട്ടോ. നാളേക്ക് ഇതൊക്കെ ഇത് പ്രൂവ് ചെയ്തിട്ട് ഇതാണ് നിങ്ങളുടെ ഹോംവർക്ക്. ട്രൂത്ത് ടേബിൾ വെച്ചിട്ട് പ്രൂവ് ചെയ്യുക. മറ്റേ തിയറം വെച്ചിട്ട് പ്രൂവ് ചെയ്യാനുള്ളതിന് നമുക്ക് വർക്കുകൾ പ്രോബ്ലംസ് അടുത്ത ക്ലാസ്സിൽ കുറേ ചെയ്ത് നോക്കാം. മനസ്സിലാവാത്തതുണ്ടോ ഇതാർക്കെങ്കിലും? മനസ്സിലായോ? മനസ്സിലായി മിസ്. ഓക്കെ. ഇതൊക്കെ നിങ്ങൾക്ക് വരുന്ന ക്വസ്റ്റ്യൻ ആട്ടോ. ഇങ്ങനെ ടൂട്ടോറിയൽ വെച്ചിട്ടൊക്കെ പ്രൂവ് ചെയ്യാം. ഇങ്ങനെ എഴുതാൻ നിങ്ങൾ പഠിക്കുക കേട്ടോ. ഇങ്ങനെ ഈ കോമ്പിനേഷനിൽ 0 0 0 0 0 1 0 1 0 0 1 1 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് ട്രിക്ക് ഉണ്ടോ അതിലോ? അത് ആ കോമ്പിനേഷനാണ്. നോക്കി നോക്കൂ, അതൊരു നല്ല രസമുള്ളൊരു കോമ്പിനേഷനാണ്. ഇങ്ങനെ 0 0 0 0 0 1. ആദ്യത്തെ പ്രാവശ്യം ഇവിടെ 1 വന്നത്, ദെൻ അടുത്ത പ്രാവശ്യം ഇവിടെയാണ് 1 വന്നത്, ഇവിടെ 0, പിന്നെ രണ്ട് കൊടുത്തും 1, ദെൻ ഈ 2 1 ഉള്ളിടത്തും 0 0. ഇവിടെ കണ്ടോ 1 1. അതെ, ഈ സെയിം പാറ്റേൺ ആണല്ലേ, ഇത് തന്നെയല്ലേ. ഇത് മാത്രം പഠിച്ചാൽ മതി. ഇത് തന്നെയാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. കണ്ടോ, ഇവിടെ ആദ്യത്തെ 4 0, ആദ്യം 4 0, 4 1. ഈ സീറോക്ക് 4 റിപ്പീറ്റ് ചെയ്ത് വന്ന പോലെ തന്നെ ഇത് കണ്ടോ, ഈ 1ന് സെയിം സാധനം തന്നെ റിപ്പീറ്റ് ചെയ്ത് വന്നു. ഇവിടെ കണ്ടോ വേറൊരു പാറ്റേൺ കണ്ടോ, ഇവിടെ 2 0, ഇവിടെ 2 1. ഈ സീറോക്ക് 0 1 റിപ്പീറ്റ് ചെയ്ത് വന്നു, ഈ 1ന് 0 1 വന്നു. അതേപോലെ അതിനും ഇവിടെ 2 0, ഇവിടെ 2 1. ഈ സീറോക്ക് 0 1 റിപ്പീറ്റ് ചെയ്ത് വന്നു, ഈ 1ന് 0 1 റിപ്പീറ്റ് ചെയ്ത് വന്നു. കണ്ടോ, നല്ല രസമുള്ളൊരു ഇത് കണ്ടോ. അപ്പോൾ എല്ലാവരും നോക്കുക, ഈ ഹോംവർക്ക് ചെയ്ത് എനിക്ക് വാട്സപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിലാണ്.